ഗൈസ് ഈ കാണുന്ന വീഡിയോ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം നിങ്ങൾ കാണുക. ഇത് ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ സംഭവിച്ചാണ് നിങ്ങൾ മാക്സിമം ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൂടിയാണ്. നിങ്ങളെല്ലാവരും വെറുതെ തള്ളിക്കളയുന്ന സംഭവം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംഭവിച്ചത്. നിങ്ങൾ മാക്സിമം ഇത് സ്കിപ്പ് ചെയ്യേണ്ട മാക്സിമം കാണാം. പിന്നെ നമ്മൾ ഇത് നേരെ നമ്മൾ ഷോർട്ട് വീഡിയോ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത്, പക്ഷേ കുറച്ച് ലെങ്ത് കൂടിപ്പോയി. അതുകൊണ്ട് നമ്മൾ ലോങ് വീഡിയോ എടുത്തത്. ഇതാണ് നമ്മുടെ വീട് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിവിടെ ഉമ്മർത്ത് നമ്മൾ കുറച്ച് സ്ക്രാപ്പ് കാര്യങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ടായി. അത് മഴക്കാലം ആയതുകൊണ്ട് നമ്മളിപ്പോൾ മാറ്റാണ്ട് വെച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ക്രാപ്പ് വരെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടായി. ഇവൻ ഇവിടെ വന്ന് ഇത് കണ്ടോ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകണേ. നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞ് അവിടെ വെക്കണം. അവൻ കേൾക്കണില്ല കേട്ടോ. നമ്മുടെ ഇവിടെ കിടന്നത് കുറേ സ്ക്രാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമുക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. ഇത് കണ്ടോ അതൊക്കെ ഇവിടെ വെച്ചതാണ്. അവൻ വയ്ക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവൻ ഇത് അവിടെ പോയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. കണ്ടോ ഇത് നമ്മുടെ വീടാണിത്. അപ്പോൾ അവിടുത്തെ സ്ക്രാപ്പ് കാര്യങ്ങളൊക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ 2-3 പ്രാവശ്യം നമ്മൾ 2 നാട്ടം നമ്മളിപ്പോൾ 2 നാട്ടിൽ നമ്മളിപ്പോൾ അമ്മയും കൊച്ച് ഇവിടെ ഉള്ളതുകൊണ്ട് അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ ചിലപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഇവനെ 2-3 പ്രാവശ്യം ഇവിടെ ആണ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ നമ്മളിപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ട് നമ്മൾ കണ്ടോ ഇവിടെ ക്യാമറ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ട് വെച്ച് എങ്ങനെയാണ് നോക്കൂ കണ്ടോ കണ്ടോ അവൻ പറഞ്ഞത് അപ്പുറത്ത് വീട്ടുകാർ കുറേ പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് പോയി കേട്ടോ. കണ്ടോ അതേപ്പോൾ അവനവിടെ പോയിട്ട് സ്ക്രാപ്പ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആകെ ഒറ്റയ്ക്കുള്ള അവസ്ഥയിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് തന്നെ. ഇത് കണ്ടോ ഇത് ഉണ്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 4-5 തവണ അവനിപ്പോൾ ഇങ്ങനെ വരുന്നത്. അതായത് ഓരോ ആഴ്ചയിൽ ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. നമ്മളിപ്പോൾ വീട്ടിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കുപ്പികൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ സ്ക്രാപ്പിന് കൊടുക്കാൻ വേണ്ടി വയ്ക്കുമ്പോൾ നമ്മൾ പുറത്ത് വയ്ക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സൈഡിൽ നമ്മൾ വയ്ക്കും. നമ്മൾ എന്താ വെച്ചാൽ ആൾക്കാരൊന്നും വരാത്ത സ്ഥലമായതുകൊണ്ട് നമ്മൾ പുറത്ത് നമ്മളിവിടെ ആദ്യം മുറ്റത്ത് കുറച്ച് കാര്യങ്ങളുള്ളൂ. അതുകൊണ്ട് പുറത്ത് ഞങ്ങൾ വയ്ക്കും. അത് ഞങ്ങൾ ചാക്ക് കിട്ടായിട്ട് വയ്ക്കുള്ളൂ. ഇവൻ ആഴ്ചയിൽ വന്നിട്ട് ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. പിന്നെ ഇവിടെ കിടക്കാൻ മൊത്തം സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. നമ്മളിപ്പോൾ ഈ ഏരിയയിൽ നമ്മളിപ്പോൾ ഒരു വീടുള്ളൂ. മുമ്പിലാണെങ്കിൽ കാടുകളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പോകണം വിളിക്കണമെങ്കിൽ ആൾക്കാരെ വിളിക്കണമെങ്കിൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. ഒരു 4-5 തവണ നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ വാണി ചെയ്തിട്ടുണ്ടായി. പക്ഷെ അവൻ കേൾക്കണില്ല. അവൻ എടുത്തോണ്ട് പോണേ. അവൻ നമ്മളിപ്പോൾ അവിടെ വെക്കടാന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കണില്ല. അവൻ മൈൻഡ് ചെയ്യാണ്ട് അവൻ എടുത്തോണ്ട് പോണേണ്. ഇപ്പൊ എത്ര പ്രാവശ്യം ആകുമ്പോൾ വന്നിട്ട് കണ്ട 6-7 തവണ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു ചേട്ടൻ ഒരു ഇക്ക വന്നിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അപ്പോൾ ആ ഇക്ക നമ്മൾ 2-3 തവണ വാണിയിട്ടുള്ളതാണ്. എന്നിട്ട് അവൻ നമ്മളിപ്പോൾ ഈ ഒരു മാസത്തോളം അവൻ വന്നിട്ടുണ്ടായില്ല. നോക്കിയപ്പോൾ നമ്മൾ ഇവിടെ ആളില്ലാന്ന് വിചാരിച്ചിട്ടാണ് അവൻ വന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഭാഗ്യം. നമ്മൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ പുറത്ത് പോകണതാണ്. ഞാൻ ഒരു 7 മണി സമയം ആകുമ്പോൾ വീട്ടിലത്ത് കയറാറുള്ളൂ. ഇപ്പൊ ഞാൻ ഉള്ളതുകൊണ്ട് അവനെ ഇത്രയും ഞാൻ പറഞ്ഞിട്ട് അവനെ പുറത്തേക്ക് വിട്ടത്. ഇവന് അകത്തേക്ക് നമ്മളിപ്പോ അകത്തേക്ക് കയറിയിട്ട് ഇപ്പൊ അവൻ കുപ്പികൾ എടുത്തോണ്ട് പോകണം. നമ്മളിപ്പോ ഞാൻ ഗേറ്റ് പൂട്ടി നമ്മൾ അകത്തേക്ക് ഇപ്പൊ അമ്മ വിളിച്ച് കാണിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോയാലോ നമ്മൾ പുറത്തേക്ക് പോയത്. അവന് എന്നിട്ട് അപ്പുറത്താ ചേച്ചി പറഞ്ഞിട്ട് അവൻ്റെ അവിടുത്തെ 2 പണിക്കാർ വന്നിട്ട് ആ പണിക്കാർ വന്നിട്ട് ഇപ്പൊ ഓടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ അമ്മയും കൊച്ചും ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് കാണിക്കുക. അല്ലെങ്കിൽ പുറത്തുള്ള സാധനം കൊണ്ടുപോയിക്കോട്ടെ നമ്മൾ പറയും. പക്ഷെ ഇപ്പൊ ഈ അമ്മയും കൊച്ചുള്ള അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയണത്. അപ്പോൾ മാക്സിമം ഇങ്ങനെ ആൾക്കാരൊന്നും നിങ്ങൾ ഒഴിവാക്കുക. അല്ലാണ്ട് ഇവിടെ കൊണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ നിങ്ങൾ വെറുതെ വിടരുത്. ഇത്രയും പറയുള്ളൂ. അപ്പോൾ അടുത്തിടെ ബൈ.